വിഷയമൊക്കെ അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ കേരളത്തിൽ ചർച്ചയായപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വോയിസ് റെസ്റ്റാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിയമസഭയെ അഡ്രസ് ചെയ്യാതെ മാറി കടന്നു. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ എന്താ ആ കേസിന്റെ സ്ഥിതി എന്ന് അറിയാമോ? ഒരൊറ്റ അഴിമതി ആരോപണം ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹൈക്കോടതി ചെന്ന പ്രതിപക്ഷ നേതാവിനോട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞെന്താ, ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ല, രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഹൈക്കോടതിയുടെ ചുറ്റുപാടും ബാനർജി റോഡിലൂടെ അദ്ദേഹം യാത്ര ചെയ്തിട്ടില്ല. ക്യാമറ, ജലമെട്രോ, കെ-ഫോൺ എത്ര തവണ അഴിമതിയാണെന്ന് പറഞ്ഞു പോയി. ഇപ്പൊ മാസപ്പടി ഒരു വാക്ക് ഉച്ചരിക്കാൻ ആർക്കെങ്കിലും പറ്റോ? ഷോൺ ജോർജോ മറ്റാരെങ്കിലോ പേര് വെളിപ്പെടുത്തുന്നവരോ പേര് വെളിപ്പെടുത്താത്തവരോ ഈ വിഷയത്തിൽ ഒരു ആരോപണം ഉന്നയിക്കാൻ പാടില്ലെന്ന് ജില്ലാ കോടതിയും ഹൈക്കോടതിയും ഇപ്പൊ പറഞ്ഞിരിക്കുക. ഇന്നലെ ജില്ലാ കോടതിയിൽ ഉത്തരവ് അബ്സല്യൂട്ടാക്കി തെറ്റായ ആരോപണവും വ്യാജ ആരോപണമായി ഇറങ്ങി തിരിച്ചിരിക്കുക. ഏതെങ്കിലും വസ്തുതാപരമായ കാര്യം തെളിയിക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ടോ? സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പ്, ഈന്തപ്പഴത്തിന്റെ കുരു യഥാർത്ഥത്തിൽ ഒരു പരിചയമില്ലാത്ത ഒരു മന്ത്രിയാണ് വെച്ചത്. അവർക്ക് മരണപരമായ പരിചയമില്ല, ആരോഗ്യവകുപ്പിനെ കുറിച്ച് പ്രത്യേക പരിചയമില്ല, മാധ്യമപ്രവർത്തനം കൊണ്ട് എല്ലാം ലോകകാര്യങ്ങളൊക്കെ അറിയാമെന്നല്ലാതെ. പിന്നെ ഇവിടെ ഒരു നിരീക്ഷകൻ പറയുന്നുണ്ടല്ലോ പ്രവർത്തന പരിചയമില്ലാത്ത മന്ത്രി. LDFന്റെ ഈ രണ്ടാം മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഒഴിച്ച് ബാക്കി എല്ലാ മന്ത്രിമാരും പുതിയ ആളാണ്. ഇവിടെ MP രാജേഷ് ആയാലും മുഹമ്മദ് റിയാസ് ആയാലും P രാജീവ് ആയാലും ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു വന്നവരാണ്. എല്ലാ മന്ത്രിമാരെയും പുതുതായി കൊണ്ടുവരാൻ ഈ മന്ത്രിസഭ തീരുമാനിച്ച അവിടെ പ്രവർത്തന പരിചയമില്ല. ആ പ്രവർത്തന പരിചയത്തിന്റെ ഭാഗമായി തന്നെയാണ് വെറും 700 കോടി രൂപ കൊടുത്ത UDFന്റെ കാലത്ത് ഇപ്പോ 8000 കോടി രൂപ ഒന്നാമത്തെ പിണറായി സർക്കാർ മാറ്റിവെച്ച് ഈ കിഫ്ബിയെ എല്ലാ മണ്ഡലത്തിലും എതിർത്തല്ലോ. ഇവിടെ ഒരു വലിയ ഹോസ്പിറ്റലിലെ വലിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോ അതൊക്കെ കിഫ്ബി മൂലം നടത്തിയതാ. അടുക്കൽ കെ സരൺകുമാർ, ഇപ്പോ ഇന്ന് പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറഞ്ഞു രാജിവെക്കേണ്ടതില്ല. ജില്ലാ സെക്രട്ടറി ആരോഗ്യമന്ത്രിക്ക് പാർട്ടി വലിയ സംരക്ഷണം നൽകും എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ഉരുട്ടിയിട്ടതാണോ എന്ന് ചോദിക്കുന്നുണ്ട് മന്ത്രി VN വാസവൻ. ഞാനതിലേക്ക് വരാം. ഇവിടെ ഈ ചർച്ച തുടങ്ങിയത് ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ആണല്ലോ ഈ ചർച്ച തുടങ്ങിയത്. അദ്ദേഹം കോട്ടയം ജില്ലയുടെ ഡെവലപ്മെന്റ് അതോറിറ്റിയിലുള്ള ആളാണ്. അതായത് എല്ലാ MLA-മാരും ഉണ്ട്, അവിടെ നിന്നുള്ള മന്ത്രിമാര് കളക്ടർ എല്ലാമാണ് ഡെവലപ്മെന്റ് ആസൂത്രണ സമിതിയിലുള്ളത്. അതുപോലെ ഈ ഹോസ്പിറ്റലിന്റെ ആസൂത്രണ സമിതിയുണ്ട്, ആ ആസൂത്രണ സമിതിയിലുമുള്ള ആളാണ് അദ്ദേഹം. ഇതുവരെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയം അവിടെ അദ്ദേഹം ഉയർത്തിയിട്ടില്ല. ഇത് മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും കെട്ടിടം മോശമാണെന്നോ ഹോസ്റ്റൽ മോശമാണെന്നോ അത് ഇന്ന കെട്ടിടങ്ങൾ വരണമെന്നോ. ഈ മരണം വന്നു, ഒരു അപകടം ഉണ്ടായി, ആ അപകടം വന്നപ്പോൾ മുതൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി പോകുന്നു. ഇപ്പൊ ഇന്നലെ പറഞ്ഞു ആദ്യം ഈ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ കിടക്കുന്ന കുട്ടി അമ്മ കൈ കഴുകാൻ പോയി, എന്നിട്ട് അമ്മയെ കാണാനില്ല എന്ന് എന്നോട് ആദ്യം പറഞ്ഞു, ഞാനത് പറഞ്ഞില്ല ആരോടും എന്ന് പറഞ്ഞു, പിന്നെ അത് മാറ്റി പറഞ്ഞു. അപ്പോൾ ഈ മരണത്തിന്റെ ഇടയിൽ പലതരത്തിലുള്ള ഇടപെടൽ നടത്തുന്ന നിരവധി ആളുകളുണ്ട്. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ നിപ വൈറസ് വന്ന കേരളത്തിലെ എല്ലാവരും മരിച്ചു എന്ന്. ഒന്ന് ആലോചിക്കുക, നിപ വൈറസിൽ രക്ഷപ്പെട്ട നൂറുകണക്കിന് ആളുകൾ ഈ കേരളത്തിലുണ്ട്. അതുപോലെ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്ക് കാണിച്ചത് കേരളമാണെന്ന് പറഞ്ഞു. വടക്കേ ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിനുള്ള കണക്ക് വരുന്നുണ്ട്. ഇവിടെ മരണം സംഭവിച്ചു, അപകടമുണ്ടായി, അപകടത്തിന്റെ കാരണം എന്താണ്? പുതിയ ബിൽഡിംഗ് അവിടെ വന്നു, ഉദ്ഘാടനം ചെയ്യാൻ ഉള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ചുകൂടെ യന്ത്രസാമഗ്രികൾ ഓപ്പറേഷൻ തിയേറ്ററിൽ വരാനുണ്ട്. പഴയ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്തിട്ടില്ല. ഈ സാഹചര്യങ്ങളിൽ താഴെ പൂട്ടിട്ടിരുന്നു, ആരും കയറാതിരിക്കാൻ എല്ലാ വാതിലും പൂട്ടിയിരുന്നു. പക്ഷെ മുകളിൽ ബാത്റൂമിൽ ആരും അറിയാതെ തന്നെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി, അതിലൊരു മരണം സംഭവിച്ചു. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ വ്യാജ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇതിൽ മന്ത്രി രാജിവെക്കണം എന്നതാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ മന്ത്രി രാജിവെക്കാൻ പോകുന്നൊന്നുമില്ല. മന്ത്രിയുടെ ഒരു വീഴ്ചയോ ഗവൺമെന്റിന്റെ വീഴ്ചയായിട്ട് കാണേണ്ട. UDFന്റെ കാലത്ത് ആകെ 700 കോടി രൂപ കേരളത്തിൽ 5 കൊല്ലം ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തപ്പോ ഇവിടെ 8000 കോടി രൂപ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതേ ആരോഗ്യ മേഖലയിൽ കൊടുത്തതും അതിന്റെ ഭാഗമായിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കുറവുകളുണ്ടോ? പരിഹരിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും മേഖലയിൽ ഇടപെടേണ്ടതുണ്ടോ? ഇടപെടാം. അതിന്റെ ഭാഗമായി കേരളത്തിൽ മുഴുവൻ കൊലക്കളമാക്കിക്കൊണ്ട് മന്ത്രിയെ തെരുവിൽ തടയുമെന്നെല്ലാം പറഞ്ഞ് ഇറങ്ങിയാൽ അതിനെ നേരിടുമെന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറിയും അതുപോലെ അതിൽ പ്രതികരിച്ചവരും എല്ലാം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ, രക്ഷാപ്രവർത്തന മോഡലാണോ? അതെന്താ കാത്തിരുന്ന് കണ്ടാൽ മതി. ഇവിടെ നിപ വന്ന എല്ലാവരും മരിച്ചു എന്ന് പറയുമ്പോഴും തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങളെ കൂട്ടുള്ള മാധ്യമ പ്രവർത്തകർ തയ്യാറല്ലല്ലോ. സത്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കണ്ടെത്തുകയും സത്യം ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കുകയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ ഒന്നാമത്തെ ധർമ്മം. ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ചോദിച്ചോ ഈ നിപയിൽ എല്ലാവരും മരിച്ചു എന്ന് ഒരു പൊതുയോഗത്തിൽ ഇത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട MLA പറയുന്നത് ശരിയാണോ? അത് തെറ്റല്ലേ എന്ന് പറയാൻ നിങ്ങൾ ആരും ആർജവം കാണിക്കുന്നില്ലല്ലോ. ഇപ്പൊ ഈ മെൻസ് ഹോസ്റ്റലിലെ കാര്യം തന്നെ 2-3 ദിവസമായി വിദ്യാർത്ഥികൾ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രതികരണം അടക്കം മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് രാവിലത്തേക്ക് ആ വാർത്ത മാറ്റിവെക്കുന്നത്. കാരണം അവരുടെ പ്രതികരണം അടക്കം കൊടുത്തില്ലെങ്കിൽ അതും അജണ്ട എന്ന നിലക്കായിരിക്കും പരിഗണിക്കപ്പെടുക. എനിക്ക് ഇച്ചിരി സമയം വേണം. കാരണം ഇതില് വ്യാജ വാർത്തകളും നുണ പ്രസ്താവനകളുമായിട്ട് ഇതിൽ മറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കണമല്ലോ. ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് 2 പേജ് അയച്ചിട്ടുണ്ട്. അത് 1.5 മാസം മുമ്പ് 30/5/2025 2 മന്ത്രിമാർ പങ്കെടുത്ത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഡെവലപ്മെന്റ് കമ്മിറ്റി യോഗം ചേർന്നാണ്. താങ്കൾ അത് വായിക്കണം. കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിന്റെ വികസന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി 30/5/2025 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ് കോൺഫറൻസ് ഹാളിൽ വച്ച് സഹകരണ ദേവസ്വം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി നടത്തിയ യോഗത്തിന്റെ നടപടിക്രമങ്ങൾ എന്നതാണ്.
അതില് ആദ്യത്തെ പേജ് തുടർന്ന് യോഗത്തിൽ ചുവടെ പറയുന്ന തീരുമാനങ്ങൾ എടുത്തു എന്നതാണ്. അതിലൊന്ന്, EFG ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങളും എത്രയും വേഗം പുതുതായി പണികഴിപ്പിച്ച സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റുക. അതോടൊപ്പം തന്നെ 2, സർജിക്കൽ ബ്ലോക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ പൂർത്തിയാകുന്ന ഇടങ്ങളിലേക്ക് അതത് വിഭാഗങ്ങൾ മാറ്റുക. 3, EFG ബ്ലോക്ക് പൊളിച്ചു മാറ്റുന്നതിനുള്ള രേഖകൾ PWD എത്രയും വേഗം തയ്യാറാക്കി നൽകുകയും അതിനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുക. അങ്ങ് മനസ്സിലാക്കണം, മെയ് മാസം 30 യോഗം ചേർന്ന് 2 മന്ത്രിമാർ ഇവിടുന്ന് എല്ലാം ഷിഫ്റ്റ് ചെയ്യണം, പുതിയ ബ്ലോക്കിൽ പണി പൂർത്തിയാകാൻ കാത്തുകണ്ട, പൂർത്തിയായിടത്തേക്ക് മാറ്റുക, ഈ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടതാണ്. എന്നിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല എന്നത് ഇപ്പൊ കളക്ടർ അന്വേഷിക്കുകയാണ്. ഈ തീരുമാനമെടുത്ത മന്ത്രിമാരെയാണ് കോൺഗ്രസും BJPയും നിരീക്ഷകന്മാരും. അങ്ങ് പറഞ്ഞു PWD മര്യാദ കാണിക്കും. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ കൃത്യമായി, അത് പരിശോധിക്കട്ടെ. ഈ ഉത്തരവ് എടുത്ത മന്ത്രി, ഈ ഉത്തരവെടുക്കാൻ ഉടൻ പൊളിച്ചു മാറ്റണമെന്നും ഉടൻ ഷിഫ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ മന്ത്രി, ആ മന്ത്രിയുടെയാണ് കോലം കെട്ടി അത് പല രൂപത്തിൽ ചിത്രീകരിച്ച് ഈ റോട്ടിലൂടെ മുഴുവൻ ആക്ഷേപിച്ച്. താങ്കൾ ചോദിച്ചല്ലോ ഒരു വനിതയെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന എന്തെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, ശ്രീ AKG മരണശയ്യയിൽ കിടക്കുമ്പോ കാലം വന്ന് വിളിച്ചിട്ടും ഇന്ത്യ ഗോപാല പോകാത്തത് എന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ, ആദ്യത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചവരാ ഇവർ ഇതിലും വലുത് വിളിക്കും, വലുത് ആക്ഷേപിക്കും. ഈ മന്ത്രി എന്ത് പറഞ്ഞു താങ്കൾ പറഞ്ഞേ? മന്ത്രി പറഞ്ഞ വാചകം ഞാൻ പറയാം, JCB കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് പരിശോധന നടത്തി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ശ്രീ വാസവൻ പറഞ്ഞത് ഇവിടെ ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു എന്ന് ശ്രീ വാസവൻ പറഞ്ഞോ? മന്ത്രി പറഞ്ഞു. രണ്ടാമത്തെ മന്ത്രി, മറ്റാരും ഇവിടെ ഉള്ളതായി നിലവിൽ അറിവില്ല, മറ്റു മെഷീനുകൾ കൂടി എത്തി പരിശോധന നടത്തിയിട്ട് പറയാം എന്നാണ് പറഞ്ഞത്. ഇത് അവിടുത്തെ സൂപ്രണ്ടന്റ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊടുത്ത വിവരമാണ് മന്ത്രിമാർ പറഞ്ഞത്. ഈ മന്ത്രിമാരൊന്നും ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയും പറഞ്ഞില്ല, ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളെയും വൈകിപ്പിച്ചില്ല. ചില മാധ്യമങ്ങൾ ആ നിമിഷം മുതൽ നടത്തുന്ന ആരോപണം ഏറ്റുപിടിച്ച് കോൺഗ്രസും BJPയും ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തുക. നിങ്ങൾക്ക് ഹോസ്റ്റലിന്റെ കാര്യം പറഞ്ഞു, ഈ ഹോസ്റ്റൽ വരുന്ന തിങ്കളാഴ്ച മുതൽ പുതിയ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്, കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നിർമ്മിച്ച പുതിയ ഹോസ്റ്റലിലേക്ക് മാറുകയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് അത് മറച്ചു വെച്ച് ചില പ്രചരണം. ഇവിടെയും ആ പഴയ ഹോസ്റ്റലിലും PWD നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. 1969 കെട്ടിടമാണ് ആ ഹോസ്റ്റൽ കെട്ടിടം. പരിക്കുകളുണ്ടാവും, കുറവുകളുണ്ടാവും, അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ കേരളത്തിന്റെ പഴയ നിയമസഭാ കെട്ടിടമുണ്ട് അവിടെ, സെക്രട്ടേറിയറ്റിലുള്ള ആ 150 കൊല്ലം പഴക്കമുണ്ട്. ഇതെല്ലാം പൈതൃക കെട്ടിടങ്ങളായിട്ട് സംരക്ഷിക്കുകയും പാകപ്പിഴകൾ ഉള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും. ഇവിടെ സുവർണാവസരം കാത്തു നിൽക്കുന്നവർ, പ്രളയം വരും, ഉരുൾപൊട്ടൽ വരും, വലിയ വെള്ളപ്പൊക്കം വരും, അതൊക്കെ ഞങ്ങൾ ആഘോഷിക്കുമെന്ന് പറഞ്ഞ് ആ ആഘോഷിക്കുന്നവർ ഇപ്പൊ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു, അവരെ അധിക്ഷേപിച്ചെന്ന് പറയുമ്പോ കോലം മാറിപ്പോയി എന്നുള്ളതാണോ? ആരോഗ്യവകുപ്പിനെ കുറ്റം പറയുമ്പോൾ PWD ആയിരുന്നു കുറ്റം പറയേണ്ടത് എന്നുള്ളതാണോ അങ്ങ് തന്നെ പറയുന്നത്? നിങ്ങൾ കത്തിച്ചോ, നിങ്ങളുടെ ആരോപണം ഉന്നയിച്ചോ, നിങ്ങൾക്ക് അല്ല ആഹ്വാനം ചെയ്യുക, അല്ല അത് നിങ്ങൾ ആക്രമിച്ചോ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ തൂങ്ങിച്ചാവുമെന്ന് പറഞ്ഞ പത്രമുത്തശ്ശിയുടെ നാടല്ലേ ഇത്? ഈ കേരളത്തിന്റെ അവസാനത്തെ 38 കൊല്ലത്തെ ചരിത്രം എടുക്കുമ്പോൾ അതിൽ 24 കൊല്ലവും ഭരിക്കുന്നത് LDF ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇവിടെ ഒരു സംഭവം ഉണ്ടായി, ഒരു ദുരന്തമുണ്ടായി, ഒരാൾ മരിച്ചു. അത് അന്വേഷിക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തി. ആ കളക്ടറെ ചുമതലപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അത് ആരാ ചെയ്തത്, അതിനെതിരെ പ്രതിഷേധിക്കണ്ടേ, കോലം കത്തിക്കണ്ടേ എന്ന് ചോദിക്കുന്ന താങ്കളുടെ മര്യാദ. എന്തായാലും ഇതൊക്കെ ഞങ്ങൾ താങ്ങും. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കില്ലേ, എത്ര ആരോപണം വസ്തുതയുമായി ഒരു ബന്ധമില്ലെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റുകാരനായി ജനിച്ചാൽ, പൊതുപ്രവർത്തനത്തിൽ ഇടപെട്ടാൽ, എത്ര വസ്തുതാവിരുദ്ധമായ ആരോപണം ഉന്നയിച്ചാലും ഞങ്ങൾ ഇതൊക്കെ താങ്ങും. കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ നേരിട്ട് പരിചയമുണ്ട്. ഇത്തരത്തിൽ ഒഴുക്കിനെതിരെ നീന്തി വന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഏത് വകുപ്പിനെതിരെ നിങ്ങൾ എന്തും ആലോചിച്ചോ, അതിന് ഉന്നയിച്ചോ. താങ്കൾ ശ്രീ ചാണ്ടി ഉമ്മനെ വെച്ച് ചർച്ച തുടങ്ങി. ഈ ചാണ്ടി ഉമ്മന്റെ അച്ഛൻ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ 2012 ഇത് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞാണോ പറഞ്ഞേ? എന്തേ അന്ന് പൊളിക്കാത്ത? എന്തേ 2013, 14 13, 14, 15, 16 വരെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നല്ലോ. എന്തിയാ വീണ്ടും പണിയാത്തെ? അത് ചോദിക്കുന്നില്ലല്ലോ. UDFന്റെ കാലത്ത് ഒന്നും വേണ്ട, പൊളിക്കോ വേണ്ട, പണിയോ വേണ്ട, അഴിമതി തന്നെ മതി. അടുത്തൊരു കേസ് എടുക്കും. അപ്പോ വലിയൊരു രാഷ്ട്രീയ വിവാദം ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ സംവിധാനങ്ങൾ രംഗത്തിറങ്ങുക എന്നൊക്കെ പറഞ്ഞത് ശരിയാണ്. ആ രാഷ്ട്രീയ വിവാദങ്ങളെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് പ്രാഥമികമായ ലക്ഷ്യമായി പക്ഷേ കാണാൻ പാടില്ല. സംസ്ഥാനത്ത് വിപുലമായ രീതിയിൽ അത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും, അതിനുവേണ്ടി ഒരു സമിതി രൂപീകരിക്കും, അല്ലെങ്കിൽ അടിയന്തരമായ ഇത്തരം റിപ്പോർട്ടുകൾ സമാഹരിക്കും, എന്ത് ചെയ്യാൻ കഴിയും എന്ന് നോക്കും എന്നൊക്കെ പറയേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. ഇവിടെ ഈ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അവസാനത്തെ 3 വർഷം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുത്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചല്ലോ. 12 പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നുണ്ട്. 30 ലക്ഷം പേർക്കാണ് ഓരോ വർഷവും സൗജന്യ ചികിത്സ കൊടുക്കുന്നത്. അതിന് 7000 കോടി രൂപ മാറ്റിവെച്ചു. ഞാനിത് പറയാൻ കാരണം, ഞങ്ങൾ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ സംഘടിപ്പിക്കണം. കാരണം ഈ UDFന്റെ കാലത്ത് 5 കൊല്ലം 8.3 കോടിയായിരുന്നു OP ടിക്കറ്റ്. ഇപ്പൊ അത് 13.5 കോടിയാണ്. കേരളത്തിന്റെ ജനസംഖ്യ 3.5 കോടി. അപ്പൊ ഓരോ ആളും എത്ര തവണ ഒരു വർഷം പോയി OP ടിക്കറ്റ് എടുക്കേണ്ടതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ ചികിത്സയുടെ ഗുണം കിട്ടിയ, സൗജന്യ ചികിത്സ നേടി സർക്കാർ ആശുപത്രിയുടെ സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവർ എല്ലാം ഈ ചർച്ച കാണുന്നുണ്ട്. അതിഗുരുതരമായിട്ടുള്ള മരുന്ന് ക്ഷാമമുണ്ട്. ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന
ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ട്, ലിഫ്റ്റുകൾ കേടാകുന്നു. UDF പ്രതിനിധി പറഞ്ഞ ലിഫ്റ്റുകൾ കേടാകുന്നു, തീകൾ പിടിക്കുന്നു. ലിഫ്റ്റൊക്കെ കേടാകൂലേ? ഏത് ഉപകരണവും കേടാവും. ഏത് കെട്ടിടത്തിന് കാലപ്പഴക്കം വരും. ഈ കെട്ടിടത്തിന് കാലപ്പഴക്കം വരും, അത് പരിശോധിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. തിങ്കളാഴ്ച പുതിയ ഹോസ്റ്റലിലേക്ക് മാറും എന്ന് ഉറപ്പായപ്പോ ഇന്നൊരു പ്രശ്നം, ഹോസ്റ്റൽ മുഴുവൻ പൊളിയാറായി. അവിടെ 3 കോടി രൂപ മുടക്കി PWD തന്നെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്, അതിൽ ഉള്ള കേടുപാട് പരിഹരിക്കുന്നുണ്ട്. ഇതിനൊക്കെ സംവിധാനം ഉണ്ട്. അപ്പോ നിങ്ങൾ ചർച്ച സംഘടിപ്പിക്കുക, ആരോപണങ്ങൾ ഉന്നയിക്കുക, പ്രതിപക്ഷം അതിൽ പ്രക്ഷോഭം നടത്തുക. അതുപോലെ ഇപ്പൊ പറഞ്ഞോളം തന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിയെ ആക്രമിക്കുക. കാരണം എല്ലാ ഘട്ടത്തിലും ആരോഗ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി എല്ലാം ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കാറുണ്ട്. കാരണം ഈ സ്കൂൾ തുറന്നിട്ട് 1.5 മാസമായി. വിദ്യാഭ്യാസ മേഖലയിൽ ഏതെങ്കിലും ഒരു പ്രശ്നം എടുത്തിട്ട് ഒരു ചെറിയ പ്രകടനം നടത്താൻ, ഒരു കൈ പൊക്കാൻ KSUവിന് കഴിഞ്ഞിട്ടുണ്ടോ? യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഒരൊറ്റ പ്രശ്നമില്ല. അല്ലെങ്കിൽ ഏത് വർഷവും നമ്മൾ കാണാറുണ്ട്, സ്കൂൾ തുറക്കുമ്പോൾ ഒരു അവകാശ പത്രമെങ്കിലും കൊടുക്കും. ഒന്നുമില്ല, ഒരിടത്തും ഒരു വിഷയവുമില്ല. അപ്പൊ ഇത്തരത്തിലുണ്ടാകുന്ന ആക്സിഡന്റിനെ പൊലിപ്പിച്ച് കാണിച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വഴിതടയിലും സമരമൊക്കെ ആയിട്ട് വരുമ്പോ നിങ്ങൾ മുത്തങ്ങയിൽ നേരിട്ടതുപോലെ, അടിയന്തരാവസ്ഥ കാലത്ത് വന്ന പ്രതിഷേധങ്ങൾ നേരിട്ടതുപോലെയല്ല ഇപ്പോ നിങ്ങൾ ഇത്തരത്തിൽ നുണപ്രചരണം വന്നാൽ ഞങ്ങളും ഞങ്ങളുടേതായിട്ട് രീതിയിൽ അതിന് ചെറുക്കും. അതാണ് ഇന്ന് മന്ത്രിയും നേതാക്കന്മാരും ഒക്കെ പറഞ്ഞത്. വ്യാജ വാർത്തയും നുണപ്രചരണമൊക്കെ നടത്തുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധി ലംഘിച്ചു കഴിഞ്ഞാൽ ജനം തന്നെ നിങ്ങളെ കൈകാര്യം ചെയ്യും. അവരുടെ പ്രാഥമികമായ പരിഗണനകളായിരിക്കും. പക്ഷേ സർക്കാർ എന്ന് പറയുന്ന സംവിധാനം, മന്ത്രിമാരടക്കമുള്ളവർ പറയേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. അത് മറുപടി പറഞ്ഞു.